ഈ ചെറുക്കൻ്റെ കണ്ണ് ഞാൻ കെട്ടി കേട്ടോ. വാ കമോൺ എവരിബഡി. റെഡിയല്ലേ അപ്പൂസേ? ഊതാ റെഡിയല്ലേ? ആ രാമിച്ചനാണോ ലച്ചൂടിയാണോ കേക്ക് ഊതുന്നേ? ആ ഓക്കെ. സമയം 12:51 കേട്ടോ. വീഡിയോ എടുക്കാൻ നിന്നിട്ട് എനിക്ക് എന്താ പറയണത് നേരത്തെ ബ്ലാങ്ക് ആയി പോകുന്നു. ഇത് അമ്മയുടെ ഫോണാണ്. അപ്പോൾ അതിൽ ഫ്ലാഷ് അടിച്ച് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഗ്ലാസ് ഡോർ അടച്ചേക്കാണ് കേട്ടോ. അച്ഛൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ കിടക്കും. ഞാൻ എന്തോ സർപ്രൈസ് കൊണ്ടിരുന്ന സർപ്രൈസ് ഉണ്ട്. അപ്പോൾ വലിച്ചൊന്നും കിട്ടുന്നില്ല. അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ 28 വയസ്സാകുമ്പോഴാണ്. എനിക്കാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വരെ, അതായത് കുറച്ച് നിമിഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഞങ്ങളുടെ സെയിം ഏജ്, അതായത് 27 വയസ്സ്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 28 വയസ്സാകും. അപ്പം ഓരോ വർഷവും ഇങ്ങനെ ഏജ് കൂടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അതോർത്ത് ഭയങ്കര വരീഡാണ് രണ്ടുപേരും കേട്ടോ. എന്തിനാണ് ഏജ് കൂടുന്നത്, ഇത്ര ആഘോഷിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വലിയ ആഘോഷമൊന്നുമില്ല. എങ്കിലും എനിക്ക് എല്ലാവരെയും ബർത്ത്ഡേ, അതിപ്പോൾ ഞാൻ സ്നേഹിക്കുന്നവരെ, എന്നെ സ്നേഹിക്കുന്നവരെ ആരുടെ ബർത്ത്ഡേ ആണ് എനിക്ക് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഇച്ചിരി സ്പെഷ്യലാക്കി കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുകയും ചെയ്യില്ല. എനിക്കത് അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് നടക്കത്തൊന്നുമില്ല. പക്ഷെ ഞാനത് ഭയങ്കര സൈലൻ്റായിട്ട് ചെയ്ത് തീർക്കും. പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ വഴി വരും, നാളെ വരുള്ളൂ. ഇപ്പം ഞാൻ ചേച്ചന് ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്ത് ചെറുതായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചൻ ലച്ചോട്ടിങ് നാളെ സ്കൂളിൽ പോകുന്നതാണ്. അവർ രണ്ടുപേരും നേരത്തെ കിടന്നുറങ്ങും ഇപ്പം കേട്ടോ. അപ്പോൾ രണ്ടുപേരും കിടന്നുറങ്ങി. അമ്മയാണെങ്കിൽ ഇത് എപ്പോഴും ഓൺ ഡ്യൂട്ടിയിലാണ്. അമ്മ ഇരിക്കുന്നുണ്ടോ അവിടെ? ആ വെട്ടം കിടന്നുണ്ടോ? അമ്മ അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ചേട്ടായി കിടന്നു, ചിറ്റാമ്മ കിടന്നു, അച്ഛൻ കിടന്നു. എല്ലാവരും ക്ഷണിച്ചാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ആരെയും വിളിച്ചെണിപ്പിക്കുന്നില്ല. അച്ഛനെ മാത്രം പെട്ടെന്ന് സർപ്രൈസായിട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് ഗ്ലാസ് ഡോറിൻ്റെ വെളിയിൽ പോകാത്തതുകൊണ്ട് മാത്രമേ ഇവിടെ സംസാരിക്കുന്നത്. എനിക്ക് ആ അടുക്കളയിൽ നിന്ന് എടുക്കണമെന്ന്, പക്ഷേ എനിക്ക് അവിടെ പോയി നിൽക്കാൻ പേടിയാണ്. ഇരുട്ട് പേടിയാണ് എനിക്ക്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് ഇരുട്ട് ഹൈറ്റ് ഇത് രണ്ടും എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ അമ്മ അവിടെ ഇരിക്കുന്നതിൻ്റെ ധൈര്യത്തിൽ മാത്രം ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. കുറേ പിടികൾ മാറുമ്പോൾ പണ്ടത്തെ കുറേ പിടികൾ ഇപ്പോഴും എനിക്കുണ്ട്, മാറാത്ത കുറേ പിടികളുണ്ട്. അപ്പം കുറേ ഒന്നും ഞാൻ മത്സരം എടുത്തില്ല. കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു. കടയുടെ തിരക്കുകൊണ്ടും വീഡിയോ എടുക്കുക. ഇവളുമാർ സ്കൂളിൽ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് ഇവരും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത്. ഇൻ കേസ് എടുത്ത് വെച്ചാൽ പോലും വീഡിയോ ഒന്നും ഒരുമിച്ചാക്കി ഇടാനുള്ള ഒരിത് കിട്ടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ തിരിച്ച് വരാം. കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരുമിച്ചിടാനായിട്ട് മാക്സിമം നോക്കാം കേട്ടോ. ആരെയും പറഞ്ഞിട്ടല്ല, നമ്മളെ എല്ലാം ആക്കിയത്. ഇവനിപ്പോൾ ഒരു ബർത്ത്ഡേ പോലും എനിക്ക് ആഘോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ പൈസ ഇല്ലാന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് ഒരു 50 രൂപ എടുക്കാനുള്ള അതിന്ന് തുടങ്ങിയതാണ്. ആ സമയം എനിക്ക് ഇപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് അല്ലെങ്കിൽ എല്ലാവരും ബർത്ത്ഡേ നമ്മളെ കൊണ്ടാവുന്ന രീതി നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. അതിനൊക്കെ എല്ലാം നിങ്ങൾ ഓരോരുത്തരെ, കാരണം ഓരോരുത്തരെ ഇപ്പോഴും കാണുമ്പോൾ അത്രയും അന്ന് തൊട്ടുള്ള ഇന്ന് വരെയുള്ള കാര്യങ്ങൾ അത്രയും ഇതായിട്ട് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഓരോ മെമ്മറീസും നമ്മുടെ കൂടെ നിങ്ങളെല്ലാവരും നിന്ന് കണ്ട് നമ്മൾ അത്രയും നമുക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ച് നല്ല പ്രാർത്ഥന ഇപ്പോഴും ഓർക്കുന്നവരുണ്ട്. ഒത്തിരി പേര് ഇപ്പോഴും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ട്, ആരും മറന്നിട്ടല്ല. നമ്മൾ വീഡിയോസായിട്ട് വരുന്നുണ്ട്. ഷോർട്സൊക്കെ ടൈം പോലെയൊക്കെ ഇടുന്നതാണ്. ഞാൻ ഇനി സമയം വൈകുന്നില്ല. സമയം 12:55. അപ്പോൾ ഞാനാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അയ്യോ, എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഞാൻ വെച്ചിട്ടുണ്ട്, ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെച്ചേക്കുന്ന ഇവിടെ നിങ്ങൾക്കറിയാമോ? കേക്ക് കണ്ടച്ചും പറഞ്ഞു എന്നെ വന്ന് വിളിച്ചേക്കല്ല, ഞാൻ ഉറങ്ങുന്നില്ലല്ലോ, എന്നെ വന്ന് വിളിച്ചേക്കല്ല, ഞാൻ എന്നേക്കുള്ള കേക്ക് മുറിക്കണ്ട എടുക്കണ്ട. ഞാൻ എന്തോ വലിയ കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ വിചാരിച്ചു. ഞാൻ കേക്കൊന്നും മേടിച്ചിട്ടില്ല. ഇപ്പം കാണിച്ചു തരാം. കാരണം എപ്പോഴും നമ്മൾ കേക്ക് മേടിക്കുമ്പോൾ 1 kg 1/2 kg എല്ലാ കടയിലും കിട്ടില്ല. അപ്പോൾ എപ്പോഴും പിറ്റേ ദിവസം കൂടുതലിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ കേക്ക് മടുപ്പ്. അങ്ങനെ ഒരു വെറുതെ അങ്ങനെ ഒത്തിരി പൈസ മേടിച്ചുകൊണ്ട്, കാരണം നമുക്ക് ഇപ്പോൾ അടുത്തൊന്നും ഒത്തിരി ആൾക്കാരില്ല. നമ്മൾ നേരത്തെ താമസിച്ചെടുത്താണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുണ്ടായിരുന്നു, എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യുന്നു. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ നമ്മളിപ്പോൾ താമസിക്കുന്നത് അങ്ങനെ ഇതില്ല. പിന്നെ നമ്മളെല്ലാവർക്കും കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഒത്തിരി പൈസ ഒരു കേക്ക് വലിയ കേക്ക് മേടിച്ച് പൈസ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടാണ് കേട്ടോ. ഞാനത് സെറ്റാക്കി വെച്ചേക്കുന്നിട്ട് കുഞ്ഞു ഡോണറ്റ് കേക്കാണ് കേട്ടോ. അത് ഞാനാണെങ്കിൽ ക്യാൻഡിലൊക്കെ കുത്തി ഇത് ചെയ്തിട്ട് ഓവനകത്താക്കി വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു.
ഇതുണ്ട് ഓവനുള്ളിലാക്കി വെച്ചേക്കും. കണ്ടോ ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇതൊന്ന് ക്യാൻഡിൽ കത്തിച്ചിട്ട് നടന്നങ്ങോട്ട് ചെല്ലാന്ന് വിചാരിച്ചിട്ട്. ആ ചെറുക്കൻ ഉറങ്ങിട്ടൊന്നുമില്ല, ഉറങ്ങുമില്ല. നമുക്കിത് കത്തിച്ചിട്ട് നമുക്ക് ചെല്ലാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാകണം. അയ്യോ എന്തോ ഒരു സൗണ്ട് കേട്ടോ, എടുത്ത് മാറ്റി വെക്കട്ടെ. 58 ഞാൻ ഇത് ക്യാൻഡിൽ കത്തിച്ചിട്ട് നമ്മൾ നടന്ന് പോട്ടെ കേട്ടോ. ഭയം, എല്ലാവരും ഭയം. തീരെ വെട്ടാൻ കാണില്ല, കാരണം വേറെ ലൈറ്റൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഈ ക്യാൻഡിൽ എത്തിക്കാം. എൻ്റെ കൈ വിറക്കും. ദൊറൂത്തി മാതാമി കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒത്തിരി ഒച്ച വെക്കുന്നില്ല. ദൊറൂത്തി മാതാമിയാണോ എന്ന് ഞാൻ തന്നെ ചോദിച്ചത് എനിക്ക് കണ്ടിട്ട്. നീ കൊണ്ട് പോകാൻ സമയമായി. തുറന്നു വരും. ഞാൻ ഈ ഡോറും തുറക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഡോറാരെങ്കിലും വന്ന് തുറന്നു തരുമല്ലോ, ഞാൻ തന്നെ തുറക്കണ്ടേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നാ ഭയങ്കര ഗ്ലോ ആയല്ലോ. 1 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഗ്ലോ ആയല്ലോ. കുറച്ച് മിനിറ്റ് അങ്ങനെയല്ലേ. അടിപൊളി. ഹാപ്പി ടു യു. ഞാൻ ഈ ഒരെണ്ണം ചോദിച്ചിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് തന്നില്ല. പിള്ളേർക്ക് മേടിച്ചു ഫ്ലാഷ് ലൈറ്റ് ഓഫ്. ഞാൻ ലൈറ്റ് ഇടട്ടെ. ഇത് നല്ല രസമുണ്ട്. ബർത്ത്ഡേ ടു യു. ഇത്ര നേരം എനിക്ക് ഒച്ചയില്ലായിരുന്നു. ലവ് യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ അച്ചാച്ച. കടിച്ച് ഞാനേ ഒരു വർഷമില്ലാതെ ഇരിക്കുന്നേ. കുറച്ചാളൊന്ന് ജിം ബ്രേക്ക് ചെയ്തായിരുന്നു, പിന്നെ തുടങ്ങി. അമ്മച്ചി അത് കത്തിക്കല്ലേ, വീട് മൊത്തം പിള്ളേരില്ല. ഞാൻ പറഞ്ഞു പിള്ളേർ ഇറങ്ങിയല്ലോ, അതുകൊണ്ടാ വിളിക്കാതെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അപ്പുസേ. അയ്യോ എനിക്ക് വയ്യ. കുഞ്ഞേ ഇല്ല അതിന്റെ ബാക്കി ടേസ്റ്റ് ഇങ്ങനല്ലേ. ഇത് മുക്ക് തിന്നാൻ വേണ്ടിയാ? അല്ല, അത് മുക്കല്ലേ, മുക്കല്ലേ. എന്തുവാ? അച്ചാച്ചൻ ഉറങ്ങാതെ കിടക്കുകയെന്ന് എന്തോ ഞാൻ കൊണ്ടുവരും, എന്തോ മല കൊണ്ടുവരുന്നു വിചാരിച്ചിട്ട് കിടക്കും. എന്തെങ്കിലൊന്നും ഇല്ല തരാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പൊ കിടക്കുവേ. എന്നെ വിളിച്ചേക്കലെന്ന് പറഞ്ഞതിന് കിടക്കുമായിരുന്നു. അതെന്താ പറഞ്ഞേ? ഞാൻ ഫ്രണ്ട് വരാവേ പറയൂ. എനിക്ക് മതി. എല്ലാരും വീട്ടിൽ നിന്ന് പോയോ? കഴിഞ്ഞ ഞാൻ ചോദിച്ചു, ആമിക്ക് മേടിച്ചു തന്നെ ഉള്ളു 3 ആടി ടേസ്റ്റ് നോക്കാൻ വേണ്ടി അടി. പിള്ളേർക്ക് ഓതിയിട്ടു പിള്ളേർക്കാന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇവിടെ തരത്തില്ല. അങ്ങനത്തെ ഒരാളൊന്നും വേണ്ട ഇവിടെ. ഞാൻ കൊച്ചാ, എനിക്കിനോട് കൊതിയൊക്കില്ലേ? പിന്നെ സാധനം തിന്ന് നോക്കണ്ടേ? തിന്നത്തെ വേറെ സാധനങ്ങളുണ്ട്. തരട്ടെ? വള്ളി ഇതാ പോകുന്നത്. വള്ളിയുടെ ചാണകം തിന്ന. വള്ളിയുടെ ചാണകമല്ല,
വേണം കഴിച്ചു ഒരു കടി വേണം. എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടം ഡോണറ്റിനോടൊന്നും താല്പര്യമില്ല. ലച്ചു ഞാനും ചെറിയ ചെറിയ കളേഴ്സ് ഉള്ള മുത്തെല്ലാം ചോദിച്ചോണ്ട് ഇന്ന് മുഴുവൻ തിന്നു, രണ്ടുപേരും ഇന്ന് തിന്നു ഫുൾ. സർപ്രൈസ് ആയിട്ട് അമ്മ എനിക്ക് മനസ്സിലായി. ആ നീ ഇത് പഠിക്കേ എന്തൊക്കെയാണ് വലിയ പ്രദേശം അവിടെ ഇരിക്കും അങ്ങനെ വിളിച്ചാൽ എനിക്ക് കാണാമല്ലോ അല്ലേ? കണ്ണടച്ചു. അന്ന് കണ്ണ് തുറക്കല്ലേ? ആ എന്നും തുറന്നു. ഇതിപ്പോ രണ്ടാമതാണ് എനിക്ക് സർപ്രൈസ് ആയിട്ടായിരുന്നു. ഇതില്ലേ ഇത് ആൺകൂട്ടിന്റെ ഇത് നെഞ്ചിക്കൂട്ടിന്റെ കഴിയാണ്. എനിക്ക് തരാൻ ഇതൊക്കെ ഉള്ളത് കേട്ടോ. ഇനി കുഞ്ഞിക്കൈകളൊന്നും തരാനായിട്ട് കുഞ്ഞിക്കൈ തരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ തന്നെ 2 കുഞ്ഞിക്കൈ. താങ്ക് യു സോ മച്ച്. All because 2 people fall in love. അങ്ങനെയുണ്ട്. ഇനി അടുത്തത് ഇതാണ് വിപ്ലവം. ഹൾക്കിന്റെ കൈ. ഇതിപ്പോ ഞങ്ങള് കുറച്ച് മുമ്പ് റെഡിയാക്കിയാണ് കേട്ടോ. എന്റെ കയ്യില് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും കൊറേ പച്ചപ്പൈൻ്റെ എടുത്തോണ്ട് വന്ന് എന്റെ കയ്യിലോട്ട് ഫുള്ളടിച്ചു. അവിടെ മാർക്കറ്റ് ഞാനൊരു ഫ്രെയിം ഇതാക്കി വെക്കാൻ വേണ്ടിട്ടോ. ഇത് പക്ഷെ പക്കയാട്ടോ. അത് ഞാൻ അവൾമാര് നല്ല അനുസരണോട് ഇരിക്കും. അച്ചാച്ചനോട് ഇങ്ങോട്ട് വെക്കാൻ പറഞ്ഞ അച്ചാച്ചൻ അയ്യേ ഇതിനകത്ത് എന്റെ കൈ ഇത്തിരി വൃത്തിയുള്ളു. നിന്റെ കൈ കഴിഞ്ഞിട്ട് എനിക്ക് കൈ കാണാനുള്ള ഇതിനകത്ത് എന്റെ മുടി ഞാൻ ഇങ്ങനെ അവിടെ കുളിച്ചിട്ട് ഞാൻ തലയൊക്കെ തോർത്തിട്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് എന്റെ തലയിൽ ഇങ്ങനെ ഞാനൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടി നിന്ന് വരുന്നത് മുടി പിടിച്ച് വലിച്ചു പറിച്ചെടുത്തിട്ട് ഇതൊക്കെ തനി ഭ്രാന്താണ്. മനസ്സിലായി? ഒരാളെ ഉപദ്രവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഞാൻ പറഞ്ഞോട്ടെ മുടി പിടിച്ച് വലിച്ചു പറിച്ചെടുത്തിട്ട് ഇതിനകത്ത് പോയി ഒട്ടിച്ച് വെച്ചേക്കുക. അപ്പത്തേക്ക് എന്നിട്ട് അവളുടെ മുടി അറ്റത്ത് തിരിച്ച് വലിച്ചു പോയിട്ട് അപ്പം ഇങ്ങനെ ഒരു ചെറിയ വട്ടുള്ള തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ചേർന്ന് കഴിഞ്ഞ് എന്താവും മുഴുവട്ട്. അതാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ കിടന്നോട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ അപ്പൊ നാളെ കാണാം കേട്ടോ. എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ. എന്തോ എല്ലാ അച്ഛൻ നല്ലത് മാത്രം വരാൻ വേണ്ടിട്ടും പൈസക്ക് ഇങ്ങനെ ഏജ് കൂടി വരുന്ന എടുത്തിട്ട് അപ്പൊ മോനെ ഇനി മോനെന്നുള്ള വിളി നിർത്തണം. അപ്പൊ ചേട്ടാന്ന് ആക്കണം എല്ലാരും കേട്ടോ. 28 വയസ്സായി. 28 പ്രായം കൂടി പോയിട്ട് പക്ഷെ എനിക്കൊരു 30-35 വയസ്സ് തോന്നിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് 28 വയസ്സ് എന്നൊക്കെ പറയുമ്പോ ആൾക്കാർ 32 തോന്നിയിരുന്നല്ലേ? 35 തോന്നിക്കും. ഓരോരുത്തരും ഒരേ ഏജാണ് പറയുന്നത്. ചർമ്മം കൊണ്ടല്ല പറയണേ, സൈസ് കൊണ്ട് പറയുന്ന. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രശ്നമില്ല. അപ്പൊ കിടക്കട്ടെ കേട്ടോ, നല്ല ക്ഷീണമുണ്ട്. അപ്പൊ ചേട്ടാ നാളെ കാണാം. എന്താ പരിപാടി? എന്താ ചേച്ചിക്കൂട്ടാ പരിപാടി? ആരെ ഹാപ്പി ടു യു? ആരെ ഹാപ്പി ടു യു? ആരെ അമ്മച്ചിന്റെ ആണോ? ഒരു മാസം അവൾക്ക് ഓൾറെഡി 10 ബർത്ത്ഡേ അവൾ ആഘോഷിക്കുന്നത്. അവള് തന്നെ ആൺകൂട്ടം പറഞ്ഞേ. ഒരു പാട്ട് പാടിക്കൊടുത്ത അപ്പൂച്ചരിക്ക് ബർത്ത്ഡേ പ്രമാണിച്ച്. ഓലത്തുമ്പത്തിനൊന്ന് പഠിക്കേ. അതിന്റെ ഇടയ്ക്ക് കവിത കേട്ടി കൊള്ള. സൂപ്പർ അമ്മച്ചിന്റെ പാട്ടിന് കൈ ഇട്ട് കൊടുത്തേ. സൂപ്പർ ആയിരുന്നു പറഞ്ഞേ.
ആ മോനെ എന്റെ മോനെയും കൂടെ ഒന്ന് കയറ്റിയിരുത്തേക്ക് കേട്ടാ ഇന്ന്. നീ ഇവിടെ ഇരുന്നൊരു കവിതയുണ്ട്, ഇനി അടുത്ത ഒരു കവിത ആലപിക്കുന്നുണ്ട്. പിന്നെ നിന്റെ മഴ എന്താ മഴ എന്താ എന്ത് പാട്ടിത്? നല്ല മറ്റേ ആ കവിതയില്ലേ മറ്റേ കുമാരിമ പഠിപ്പിച്ച ഇപ്പൊ ആറിപ്പിപ്പിങ് ഒരു വർഷമായിട്ട് ഒരു കേട്ടോണ്ടിരിക്കുക. ആ ഡിങ് ഡോങ് ടിങ്. ആ മോർണിംഗ് ബെൽസ് ആർ റിംഗിങ് അങ്ങനെ കേട്ടോ. മോർണിംഗ് ബെൽസ് ആർ റിംഗിങ്, മോർണിംഗ് ബെൽസ് ആർ റിംഗിങ്, ടിങ് ഡോങ് ടിങ്, ടിങ് ഡോങ് ടിങ്. ചാടല്ലേ മോൻ ചാടി അവളും ചാടി. ചേട്ടാ ഇതേത് പാട്ട് ചേട്ടേ? നമ്മുടെ കാലത്ത് ഇതൊന്നും അല്ലായിരുന്നല്ലേ പാട്ട്. ചാടല്ലേ. ഇപ്പൊ രണ്ടിനെ ഇറക്കി വിടാൻ പോവാ. അപ്പൂച്ചയുടെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ എത്തുന്ന ആമിച്ചൻ വെച്ചുവിട്ടനെ ഔട്ടാക്കാൻ പോവാണേ. ഇപ്പൊ ഔട്ടാക്കുന്ന ആരാണോ അവരിപ്പോ ഇറങ്ങി പോക്കണം ഇവിടുന്ന്. ഇപ്പൊ നല്ല കൈ കെട്ടി നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നവരെ അയ്യോ അവനെ ഔട്ടേക്കുന്നേ. പിന്നെ കൊണ്ട് മുറിയിലാക്കിയൊക്കെ ഉറങ്ങാണ്ട്. ആ ചുമ്മാ പറഞ്ഞേ. അവിടെ ഇരിക്കും, അവിടെ ചുമ്മന്റെ കൂടെ അവിടെ ഇരിക്കും. 8 5 പറഞ്ഞേ 8. അപ്പുമോനും ചിട്ടുമോനും ഉറങ്ങുവാണോ? അപ്പുമോൻ ഉറങ്ങല്ലേ, ഞാനിവിടെ ഇവിടെ പെരിപ്പിച്ച് കിടത്തിയേക്കുവാണ്. ഉറങ്ങല്ലേ, നേരത്തെ കിടന്നുറങ്ങിപ്പോ. ചിട്ടുമണി നിന്റെ അച്ഛയുടെ ബർത്ത്ഡേയാ. ചിട്ടുമണി അപ്പൂനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കേട്ടാ. ഇല്ല ഞാൻ വിളിക്കുമ്പോ വരവുള്ളൂ, അവളുമാരിക്കുന്നുണ്ട് എടുത്ത് വെച്ചിട്ടില്ല. ഓക്കെ ഉറങ്ങിപ്പോലെ ഇപ്പൊ ഞാൻ വരും. ഓക്കെ സെറ്റല്ലേ? ഓക്കെ ചെറുക്കന്റെ കണ്ണ് ഞാൻ കെട്ടി കേട്ടോ. വാ കമോൺ പരിപാടി. ആ ഇവിടെ ലൈറ്റ് ഉണ്ട്, ചെറിയ ലൈറ്റ് ഉണ്ട്. വാ മഞ്ഞ ലൈറ്റ് ഇട്ടേക്കുന്നേ. വാ ചിട്ടുമണി അവിടെ കിടക്കും. അങ്ങോട്ട് നിക്ക് കുഞ്ഞ, ഇവിടെ നിൽക്കും, ഇവിടെ ഈ സൈഡിൽ നിൽക്കും. ഇവിടെ നിന്നാണ്, ഇവിടെ ചാരി നിർത്തിയേക്കും. വരുന്നുണ്ട് മോനെ, വരുന്നുണ്ട്. എല്ലാരും നിന്നോ. വാ ഈ റൂമിൽ ഇരുട്ടല്ലേ, ഇവിടെ എല്ലാം വെട്ടമുണ്ട്. നിനക്ക് ഇരുട്ടാ, കണ്ണ് കിട്ടില്ല. കൊച്ചെ നീ പിടിച്ചിവിടെ നിർത്ത്, എന്നിട്ടല്ലേ അങ്ങോട്ട് നീങ്ങി നിർത്ത. ഓക്കെ നടക്കോട്ട് വെക്കും. ഓക്കെ കേക്ക് കട്ടിയ റെഡിയല്ലേ അപ്പൂസേ? ഊതാ റെഡിയല്ലേ? ആ രാമിച്ചനാണോ ലച്ചൂടിയാണോ കേക്ക് ഊതുന്നേ? ഓക്കെ പാലെടുത്താ. അയ്യോ സൗണ്ടല്ലേ. ഓക്കെ അച്ഛ ആയിരിക്കും, അത് പറയാം. മോൻ പറ, അമ്മ പറഞ്ഞത് ഡയലോഗ് കൂടെ പറ. അപ്പൂച്ചയുടെ ബർത്ത്ഡേ ആയിട്ട് ആലോചിക്കല്ല, ആഘോഷിക്കണം. ഇങ്ങോട്ട് നോക്കണം. ഇങ്ങോട്ട് നോക്കണം. നീ പറ, എവിടെ പറ. മറ്റേ പാട്ടിന്റെ കാര്യം മോനെ. അപ്പൂച്ചയോട് മറ്റേ ബർത്ത്ഡേ ആയിട്ടൊരു പാട്ട് പാടാൻ. ഇനി ആ കണ്ണ് തുറന്ന് ഒരു പാട്ട് പാടാ പൂച്ച. കണ്ണാൻ തുമ്പിയാ കുഞ്ഞാ പറയുന്നത്. ഇങ്ങോട്ട് തിരിഞ്ഞു നിക്ക പൂച്ച എടുത്തോട്ടെ. എങ്ങനെ
ആ പാടിക്കോ കുഞ്ഞ. ആ ആ കണ്ണാൻ തുമ്പി കാഞ്ചൽ തുമ്പി എന്നൊക്കെ അവളെ ഇടയ്ക്ക് കേട്ടുന്നേ. കാതിൽ കേട്ടത് പാട്ടല്ല, ആ പാട്ടാ കുഞ്ഞാ പാടുന്നു. ഇന്ന് നീ കേൾപ്പിച്ചില്ലേ? ഇവിടെ ഉണ്ട്. അപ്പൂസിനോടാ, അപ്പൂസിന്റെ ബർത്ത്ഡേ അപ്പൂസി ഒരു പാട്ട് പാടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുറക്കല്ലേ അപ്പു ആ ഒരു പാട്ട് പാടുക. എന്റെ കടവത്തൊരു തോണി പാടത്തില്ലെന്ന് അപ്പൂസ് പാടത്തില്ല. ഒരു പാട്ട് പാട്. എന്നാ അപ്പൂസിനെ തുറന്നു വിടാം അല്ലേ? എന്നാ തുറന്നു വിട്ടോ. എന്നാ ആദ്യം കേക്ക് മുറിക്കാം. ആദ്യം ആ കാൻഡിലൊന്ന് ഊതിക്കെടുത്തട്ടെ. കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാവേ. അമ്മ ചേട്ടാ അത് തുറന്നു കൊടുത്തോട്ടെ, അത് അഴിച്ചെടുത്തോട്ടെ. ആ കേക്ക് ലക്ഷ്മി. ആ കേക്ക് കട്ട് ചെയ്യുന്നില്ലേ? കേക്ക് ഷോപ്പിൽ കാണും കേക്ക്. ഇപ്പൊ കേക്കൊന്നും ഇല്ല. പുസിനെ വിളിച്ചു എടുത്ത് വേറെ കാര്യത്തിനാണ്. കൊറേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട ഇവിടെ ഒന്നും ഇരിപ്പില്ല. ബാ എന്റെ സേനാദികളെല്ലാം വാ. എല്ലാത്തിനും ഇറക്കി വിടും, ഇങ്ങോട്ട് ഇറക്കി വിടും. ആ ഇറങ്ങി വാ. അപ്പൂച്ചയും അമ്മയും ചിറ്റാമ്മയും അവിടെ നിക്കണേ. ഓക്കെ ആണോ? ഇവളും അതിനനുസരിച്ച് ആക്ട് ചെയ്തില്ല. ഒന്നുമില്ല. പുസിനെ വിളിച്ചു എടുത്ത് വേറെ കാര്യത്തിനാണ്. കൊറേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട ഇവിടെ ഒന്നും ഇരിപ്പില്ല. ബാ എന്റെ സേനാദികളെല്ലാം വാ. എല്ലാത്തിനും ഇറക്കി വിടും, ഇറങ്ങി. അപ്പൂച്ചയും അമ്മയും ചിറ്റാമ്മയും അവിടെ നിൽക്കണേ. ഓക്കെ ഞാൻ കണ്ണു വയ്യ പൊക്കിപ്പോ അവിടെ തിരിക്കാതെ ലൈറ്റാണ്. എനിക്ക് കാൻഡിൽ പോലെ ഇവളും അതിനനുസരിച്ച് മാറ്റി. ഇപ്പൊ ഓക്കെയോ? നിങ്ങള് 3 പേര് അവിടെ കേട്ടല്ലോ. അച്ഛയുടെ മുട്ട ഇടിച്ചിട്ട് വേദന എടുത്തിരിക്കുക കേട്ടോ. ഈടെ ഒന്ന് ഇടിച്ചിട്ട് ലോറിക്ക് തിന്നാൾ മുട്ട ഇടിച്ചിട്ട് ഓർമ്മയില്ല. കഴിഞ്ഞ 1 മാസം കണ്ടായിരുന്നു വേദന എടുത്തു. എന്തായാലും ഇരിക്കുന്നുണ്ട്. കുറെ നാൾ അത് വെച്ചോണ്ടിരുന്നാണ്. ഇനിയിപ്പോ നന്നായിട്ട് ഇന്ന് ഇടിച്ചു. ഇന്ന് കടയിൽ എടുത്തു. പപ്പയുടെ മുറിയിലായിരുന്നു ഇത് പാത്ത് വെച്ചിരുന്നിട്ട് ഇത്രയും ഗിഫ്റ്റുകൾ. ഇത് അപ്പൊ നമുക്ക് ഇതോട്ട് പോവാം. പതുക്കെ വാ. കണ്ണടച്ചാണേ. അവിടെ വെക്ക് കൊണ്ട് എനിക്ക് കേട്ടാം. പക്ഷെ പൂച്ചയാണ് തുറക്കുന്നത്. അങ്ങനല്ല, പൂച്ച തുറക്കും. മോനെ കേറ്റും. ഇപ്പൊ തുറക്കല്ലേ അമ്മ പറയണം. വെയിറ്റ് ചെയ്യണം. എല്ലാരും വെയിറ്റ് ചെയ്യണം. ഓക്കെ അമ്മ പറ. ഓക്കെ റെഡി അല്ലേ? അത് ഇനി അത് ഇളക്കല്ലേ, അങ്ങനെ തന്നെ ഇരുന്നോണേ. ആ ടെസ്റ്റ് ഞാൻ ഇവര് പോകുന്നു അടച്ചോ ഇല്ലോ പറയാൻ വേണ്ടി ക്യാമറ എടുത്തപ്പോഴത്തേക്കും ഈ സാധനം അടിയിൽ നിന്ന് തുണിയുടെയൊക്കെ അടിയിൽ നിന്ന് എടുത്തിട്ട് ഇവര് കട പ്ലാൻ ചെയ്യുക. അപ്പൊ എന്നോട് ഹാമ്പർ എന്തിനാ വെക്കാന്നാണ്. ഞാൻ ചുമ്മാ നോക്കി ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ഹാമ്പർ കടയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. പക്ഷെ ചെറുക്കനെ മനസ്സിലായി. അപ്പൊ ഈ ഹാമ്പർ തന്നെ അപ്പൊ ആദ്യം നമുക്ക് പൊട്ടിക്കാം. ഓക്കെ റെഡിയല്ലേ?
റെഡിയല്ലേ അമ്മച്ച? ചേട്ടായി ഞാൻ ഒരേപോലെ എക്സൈറ്റഡ് ആണ് കേട്ടോ. അതാ ചേട്ടായി എന്റെ ഒപ്പം വന്നിരിക്കുന്ന കേട്ടോ, അവിടെ നിൽക്കുക. തീയാണ് തീ തീ കിട്ടൊരു കളിയില്ല എനിക്ക് എല്ലാരും. അയ്യോ പൊളിക്കല്ലേ, അയ്യോ ഉമ്മ അത് മേടിച്ചു വെച്ചമ്മ, അയ്യോ പൊളിക്കല്ലേ. ആ അമ്മിക്കൂട്ടം മേടിച്ച പുറകെ കാണിച്ചു കഴിഞ്ഞാ പുറകെ കാണിച്ച റോക്ക് ബാറ്റ് ഇഷ്ടപ്പെട്ട നല്ലതാണോ? അടിപൊളി. താങ്ക് യു. പൊളിക്കല്ല അപ്പൂച്ചി പൊളിക്കും. എങ്ങനെ ഉണ്ടോ അപ്പു? ഇല്ലാത്ത കളറല്ലേ, നല്ലൊരു റെഡ് പാറ്റേൺ ഉള്ള തേപ്പാണ് ഇതില്. പക്ഷെ ഈ ഫോണിൽ ലൈറ്റ് കളറായിട്ടാ കാണുന്നത്, ഒട്ടും ഗ്രീൻ കളറാണ് കേട്ടോ, ഒരു പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ. പൊളിക്കല്ലേ ചേട്ടാ, ഇത് മേടിച്ചു വെച്ചു. അതി പൂ ത്രെഡ് ഉണ്ട്, ഞാൻ കാണിച്ചെടുത്തായിരുന്നു. മുഖത്തിൽ ഭയങ്കര ഒരു പ്രസന്നത വരുന്നുണ്ട് തനിയെ. പക്ഷെ ഞാൻ ഒരു ക്ലൂവും കൊടുത്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ചേച്ചൻ്റെ അടുത്ത്. കേക്ക് മാത്രം ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് വരണമെന്ന് മാത്രം പറഞ്ഞ് വിളിച്ചിട്ട് ചോദിച്ചോണ്ട് വന്ന. അതിന് അപ്പൂച്ചനെ കൊടുക്കത്. ഇത് പൊട്ടിക്ക്, ഇത് അതിനെ പൊട്ടിക്ക്, ഇത് വെച്ചിട്ട് ഇത് അത് ലക്ഷ്മൺ പൊട്ടിച്ചല്ലേ. പൊട്ടിക്ക് തുറക്കണമെങ്കിൽ നൈഫ് വേണോ? അറിയാമോ? ജിമ്മി കൊണ്ടുപോകണമെന്ന് ഞാൻ പറയത്തില്ല, ജിമ്മി കൊണ്ടുപോകാൻ ചെറിയ പറയത്തുള്ളൂ. ഇതല്ലാതെ നമ്മൾ എവിടെയെങ്കിലും കാണാം, ലെതറിന്റെ നല്ല കമ്പനിയുടെ. അപ്പം ജിമ്മി കൊണ്ടുപോകാൻ ഞാൻ പറയുന്നില്ല. നമ്മൾ അവിടെ പോകുമ്പോ ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ടാ. എന്നോട് പറഞ്ഞു ഇത്രയിൽ ഒരെണ്ണം മേടിച്ചു തരണോന്ന് എന്നോട് ഒത്തിരി പറഞ്ഞു. പക്ഷെ ഞാൻ കടകളിലൊന്നും കണ്ടില്ലായിരുന്നു, പക്ഷെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈറ്റ് കളർ ആരായി ഇപ്പൊ ഞാൻ? അപ്പൊ ഞാൻ ആരായി? അടുത്തത് അപ്പൂച്ച ഇഷ്ടപ്പെട്ടോ കുഞ്ഞ? അപ്പൂച്ചിനെ കൊടുക്കും മോനെ, അപ്പൂച്ച പൊളിക്കും. സർപ്രൈസ് തുറന്നു നോക്കും. ഇത് മാറ്റി വെച്ചോ, എനിക്ക് അപ്പൂച്ച പൊട്ടിക്കാതെ. പിന്നെ ഇത് മാറ്റി വെച്ചോ, താഴോട്ട് വെച്ചല്ലേ അവൾമാർ പേപ്പർ ഇടുക. അപ്പൂച്ചനെ കൊടുക്ക പതുക്കെ ആമി പതുക്കെ. കുട്ടോ നോക്ക് പതുക്കെ പൊട്ടിക്കണേ. എച്ചുകൂട്ടുണ്ട്. ഇതാരും വേണ്ട കാര്യമില്ല, ബാക്കിയെല്ലാം നിങ്ങൾ എടുത്തു, ഇതെന്റെ മാത്രം. എല്ലാരും
ശ്വാസം വിടറോ എല്ലാരും ഒന്ന് ശ്വാസം വിടറോ പതുക്കെ പതുക്കെ നേരെ വെച്ചിട്ട് തുറക്ക് മാറിക്ക ആമിക്കൂടെ മാറിക്ക ആമിക്കൂടെ മാറിക്ക അപ്പൂച്ചനെ കൊടുത്തേ അപ്പൂച്ചനെ കൊടുത്തേ അപ്പൂച്ചനെ കൊടുക്ക് അമ്മിക്കൂടെ കൊടുക്ക് കൊടുക്ക അമ്മിക്കൂട്ടാ ഓ പിന്നെ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ഒന്ന് വായിക്ക് പോളോ കുഞ്ഞ അച്ഛൻ നോക്കട്ടെ ഇനി അതെ അതെ അതാണ് എനിക്കും പറയാനുള്ളത് ഇതാവൂല്ലോ അല്ല അതിന് ഒത്തിരി അതിന്റെ പിന്നെ എസ് എ ആവാൻ പഠിക്കാൻ പിന്നെ പോവാത്തതിന് പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ട് അതിനോടൊരു ഇത് തോന്നിയത് തന്നെ ഒരുപാട് നമുക്ക് ഡയറക്റ്റ് തന്നെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് എസ് എ ഒരു പോസ്റ്റിലോട്ട് അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ടുള്ള താഴ്ന്ന പോസ്റ്റിലോട്ട് പോലും പോവാഞ്ഞത് ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയോണ്ടാണ് കേട്ടോ പക്ഷെ ഇതങ്ങനെയല്ല അല്ലേ എങ്ങനുണ്ട് എങ്ങനെ അപ്പച്ചനെ കൊടുത്തേ പിന്നില്ലാണ്ട് ചേട്ടയുടെ എന്റെ ഓട്ടത്തിന്റെ ബലമാണ് ഇതെല്ലാം താമസത്തിലാണ് എല്ലാം നടക്കുന്നത് നീ അറിയാതെ ഇതൊക്കെ അയ്യോ ഇവിടെ എല്ലാം ഇട്ട് ഇവിടെ എല്ലാം പറത്തി പിള്ളമാര് ഇവളുമാരെ ഒന്ന് ജസ്റ്റ് മാറ്റട്ടെ ഒന്ന് സംസാരിക്കാനുള്ള സമയം കൊടുക്കട്ടെ കേട്ടോ അച്ഛനെ വീർത്തത് കണ്ടിട്ടാണ് വീർത്ത് എന്റെ സൗണ്ട് പോയിട്ടോ പഴയ എന്റെ സൗണ്ട് പോയില്ലേ പോയി എന്താ പോയത് അറിയാവോ എന്താ അപ്പു അഡ്വക്കേറ്റ് അമൽലാൽ BSc LLB അപ്പൂച്ച ആരാ വക്കീല് കളിയാ അതെന്താന്ന് അറിയത്തില്ലല്ലോ കണ്ടോ ഞങ്ങളുടെ വക്കീലിനെ കണ്ടോ ഇത് പറഞ്ഞിട്ട് താങ്കൾ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ട് മാറുന്നുണ്ട് നമ്മളാരും സംസാരിക്കാൻ പറ്റില്ല ഇച്ചിരി അവസരം കൊടുക്കാറുണ്ട് എന്റെ സൗണ്ട് മറിയില്ല വെച്ചോ മാറ്റി തന്നെ ഇവിടെ തന്നെ കാണുന്നിടത്ത് തന്നെ അവിടെ തന്നെ എല്ലാ സമയവും സൂക്ഷിച്ച് വെച്ചേക്കുന്ന അച്ഛനെ ആദ്യമായിട്ട് കൊടുത്തപ്പോൾ ഉൾപ്പെടെ നമ്മളെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതെ അതെ അപ്പൊ ഒത്തിരി സന്തോഷമായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ള എന്റെ ഫോൺ എടുത്തിട്ട് പോയി. അപ്പൊ ഞാൻ ഉറങ്ങിപ്പോയി. കണ്ണൂർ അടഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കിളി പാറി ഇരുട്ടായിരുന്നു കേട്ടോ മൊത്തം. പിന്നെ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. വാട്സപ്പിലൊക്കെ ഒത്തിരി മെസ്സേജസ് വന്ന് കിടപ്പുണ്ട്. എല്ലാം ഓപ്പൺ ആയിട്ടില്ല. എനിക്ക് നോട്ടിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ രണ്ടുപേരും അലമ്പ് തുടങ്ങിയിട്ടുണ്ട്. കോട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇറക്കാല്ലേ ചിറ്റാമ്മയ്ക്ക് മനസ്സിലാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ കാണാൻ വേണ്ടി. അപ്പൂസിന് കൊടുത്ത ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. എന്ത് വന്നത് മനസ്സിലായിരുന്നോ? ആ ബോർഡില്ലേ അമൽലാൽ BSc LLB വക്കീലിന്റെ ബോർഡില്ലേ നീ വെക്കുന്നത്, അതാണ് ചെയ്തു കൊടുത്തത്. അത് നമുക്ക് ഇനിയിപ്പോ വേറെ ബോർഡ് ചെയ്തില്ലെങ്കിലും അതിന്റെ മറ്റേത് മാറ്റിയിട്ടാണ് നമുക്ക് ഫ്രണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് വീടിനകത്ത് തന്നെ വെക്കാൻ വേണ്ടി വെച്ചാൽ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ. ഇനി പറയും എന്തോ അടുത്ത വരുന്നുണ്ട് കേട്ടോ. അടുത്ത വരുന്നുണ്ട്.
ഒരുത്തേ എടുക്കുമ്പോൾ അടുത്തുള്ള എടുക്കണം. അങ്ങനെ കേട്ടോ കാര്യം. ഇന്നിപ്പോൾ ബർത്ത്ഡേ ഞങ്ങള് തിരക്കായിരുന്നു ഇന്നത്തെ ദിവസം ഫുൾ അല്ലേ. പിന്നെ സന്തോഷം. അതെ, ഒട്ടും പ്രതീക്ഷിക്കാതെ, കാരണം ഒരു ഐഡിയ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. ഇല്ല, എനിക്ക് ഞാൻ കേക്ക് വെട്ടിയാന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഞാൻ കൂടെ. അപ്പൊ കണ്ണിങ്ങനെ ഇവിടെ പയ്യെ പൊക്കിപ്പോ ടി വിക്കകത്ത് റെഡ് കത്തി കിടക്കുന്നുണ്ടോ. അപ്പൊ ഞാൻ ഓർത്തു ഇങ്ങനെ കാണുമ്പോഴത്തേക്കും കണ്ണി പകുതി ഇരിട്ടല്ലേ, അപ്പൊ അത് കാണുമ്പോൾ ഓർക്കും ക്യാൻഡിലാന്ന് ഓർത്ത്. അപ്പൊ അതാ ഞാൻ വിചാരിച്ച് നോക്കിപ്പോ ഒന്നുമില്ല. എന്താ കാണിക്കാൻ പറ്റും ഇത് ആലോചിക്കായിരുന്നു കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ, എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആക്കി തരാറുണ്ട് അവളുടെ ബർത്ത്ഡേ. അല്ല ശരി, എന്റെ ബർത്ത്ഡേ അത് കണ്ട സമയം തൊട്ടല്ലേ. അതെ, മോൻ അവിടെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നേ ഉള്ളായിരുന്നു. വന്നിട്ട് കുടിച്ചിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞു നേരെ അകത്ത് കയറിക്കോ, ഇപ്പൊ ഇറങ്ങി വരലെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉറങ്ങിപ്പോയത്. ഇനിയിപ്പോ നാളെ ഇടുക്കിയിലോട്ട് പോവാണ്. നാളെ രാവിലെ ഇടുക്കി ഞങ്ങൾക്ക് വെളുപ്പിനെയും പോവാം. അതെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. ഇനിയിപ്പോ ഇത് എഡിറ്റ് ചെയ്തിട്ട് സൗണ്ട് പോയി എങ്ങനെ തിരിച്ചിരുന്ന് അറിയത്തില്ല കേട്ടോ. പഴയ പോലെ പോയി ഇത്തിരി സ്ട്രെയിൻ എടുത്ത്. ഇപ്പൊ ഞാൻ ഒത്തിരി ഒച്ചത്തിൽ സംസാരിക്കുന്ന സൗണ്ട് പഴയ പോലെ പെട്ടെന്ന് പോയി. കേക്ക് നമുക്ക് മുറിക്കാം അല്ലേ ഇത് കഴിയുമ്പം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റ. എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റ.